കോറാളിമലയിലെ സ്വപ്നവിളയിൽ വിജയം വരിച്ച് യുവകർഷകൻ പ്രസാദ്. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കാർഷിക രംഗത്ത് പരമ്പരാഗത കൃഷി പിന്നോക്കം പോകുമ്പോൾ പാരമ്പര്യ കൃഷിയെ കഠിനാധ്വാനത്തിലൂടെ തിരിച്ചെടുക്കുകയാണ് കോറാളിയിലെ നട്ടിയിൽ പ്രസാദ് എന്ന യുവകർഷകൻ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2800 അടി ഉയരത്തിൽ കിടക്കുന്ന ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ തിരുമേനിക്കടുത്ത മലയാണ് കോറാളിമല. ഇവിടെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന രാപ്പകൽ കൃഷിയിൽ മാത്രം ശ്രദ്ധ വെച്ച് ജീവിക്കുന്ന പ്രസാദിൻ്റെയും ഭാര്യ ഗിരിജാ പ്രസാദിൻ്റെയും അധ്വാന ഫലമായി വർഷം തോറും ടൺ കണക്കിന് പച്ചക്കറികളാണ് ഉൽപ്പാദിപ്പിച്ചു വരുന്നത്. യാത്രാ സൗകര്യം പോലും ഏറെ പരിമിതമായ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യജീവികളോട് മല്ലടിച്ചാണ് ഇദ്ദേഹം ഇവിടെ കൃഷിയെ സംരക്ഷിക്കുന്നത്. ഇതിനായി 5ഓളം നായകളും ഇദ്ദേഹത്തിനൊപ്പം കൂട്ടിനുണ്ട്. ഈ പ്രാവശ്യം എൻ്റെ ഒരു ഭാഗ്യപരീക്ഷണമാണ്. നമുക്കൊരു നെൽകൃഷിയും കൂടെ ഇവിടെ, നേരത്തെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് ഒരു നെൽകൃഷിയും കൂടെ നടത്തിയാലോ എന്ന്. അത് ഇപ്പം ഏറെക്കുറെ വിജയകരമായിട്ട് പൂർത്തിയായിട്ടുണ്ട്. നെല്ലെല്ലാം കുലച്ചു തുടങ്ങി. വലിയ കീടങ്ങളുടെ ശല്യമൊന്നും കാണുന്നില്ല, എന്നാലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ എന്റെ സംശയവും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ സാറുമായിട്ട് ബന്ധപ്പെട്ട് സാറ് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിന് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വ്യാപകമായിട്ട് ഞാൻ പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത്. പച്ചക്കറി കൃഷി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പിന്നെ ടൺ കണക്കിന് തക്കാളി, പയർ, അതേപോലെയുള്ള എല്ലാ പച്ചക്കറി വിഭവങ്ങളും ഞാൻ ഇവിടെ നട്ടുണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ ചെറുപുഴ, തിരുമേനി, ക്രാപ്പൂല് ഇവിടെയെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇനിയിപ്പം ഓണമായി, ഓണത്തിനോടനുബന്ധിച്ച് ഇനിയിപ്പോൾ പച്ചക്കറി കൃഷിയുടെ വിത്തുകളെല്ലാം പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പം വരും. അതെല്ലാം ഇനി ചെയ്ത് എല്ലാം താഴോട്ട് ചെയ്യണം. അവിടെ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്താണ് ഞാൻ പച്ചക്കറി കൃഷി ചെയ്യുക. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പച്ചക്കറി ആയിരുന്നു. പിന്നെ ഈ പ്രാവശ്യം നെല്ലിട്ടു. ഇനിയിപ്പോൾ നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പിന്നെ ഇവിടെ ചെയ്യണം. തൻ്റെ 2 ഏക്കർ കൃഷിയിടത്തിന് പുറമെ അന്യദേശത്ത് നിന്ന് ഇവിടെ വന്ന് സ്ഥലം വാങ്ങിയ മറ്റ് കർഷകരുടെ 18 ഏക്കറോളം സ്ഥലവും പരിപാലിക്കുന്നത് പ്രസാദാണ്. രാവും പകലും കൃഷിയിടത്തിലുള്ള പ്രസാദ് പുറം ലോകവുമായി ബന്ധപ്പെടുന്നത് മാസത്തിൽ ഒരു തവണ അരി പോലെയുള്ള ആഹാര സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമാണ്. കഴിഞ്ഞ വർഷം ടൺ കണക്കിന് തക്കാളി ഉൽപ്പാദിപ്പിച്ച് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രസാദിൻ്റെ ദീർഘകാലത്തെ ആഗ്രഹം കോറാളിമലയിൽ നെൽകൃഷി കൂടി ചെയ്യുക എന്നതായിരുന്നു. ആ ആഗ്രഹവും ഈ വർഷം സാക്ഷാത്കരിക്കപ്പെട്ട സന്തോഷത്തിലാണ് പ്രസാദ്. നെൽപ്പാടമില്ലാത്ത ചെറുപുഴ പഞ്ചായത്തിന് ഒരു തിലകക്കുറിയായി മാറിയിരിക്കുകയാണ് മലമുകളിലെ ഈ നെൽപ്പാടം. ഉമാവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്തതെന്നും കതിർ വിരിയാൻ തുടങ്ങിയെന്നും കൃഷിയിടം സന്ദർശിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പറഞ്ഞു. കൊറാളി എന്ന് പറയുന്ന മലയുടെ മുകളിലാണ് ഉള്ളത്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2800ഓളം അടി ഉയരത്തിലുള്ള കൊറാളി മലയുടെ മുകളിൽ നട്ടിയിൽ പ്രസാദ് എന്ന് പറയുന്ന കർഷകൻ, അദ്ദേഹം ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ഥലമാണ് ഇത്. മലമുകളിൽ നിന്ന് എല്ലാ ആൾക്കാരും ഇറങ്ങിപ്പോയതാണ്. അപ്പൊ അദ്ദേഹം ശരിക്ക് കാർഷിക മേഖലയിലൂടെ ചരിത്രം സൃഷ്ടിക്കുകയാണ്. അപ്പൊ കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിമാനമാണ് ആ കർഷകൻ. കാരണം ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായി നമുക്ക് പരിചയമില്ല ഈ കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൺ കണക്കിന് പച്ചക്കറികളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ സീസണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കിൻഡൽ കണക്കിന് തക്കാളിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ച് ചെറുപുഴ മാർക്കറ്റിൽ എത്തിച്ചത്. ഈ വർഷം കർഷകൻ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു പരീക്ഷണം, ഇത്രയും വലിയ മലമുകളിൽ അദ്ദേഹം ഇവിടെ നെൽകൃഷി ചെയ്തിരിക്കുകയാണ്, നെൽകൃഷി ചെയ്തിരിക്കുകയാണ്. അത് വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ആ നെൽകൃഷിയും ചെയ്ത് വിജയിപ്പിച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ പോലുള്ള യുവ കർഷകർ യഥാർത്ഥത്തിൽ നമ്മുടെ കാർഷിക മേഖലയിൽ തന്നെ ഒരു ആസറ്റാണ്. കാരണം ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു പ്രദേശമാണ് ഈ കൊറാളി മല എന്ന് പറയുന്നത്. ഇവിടെ ഗതാഗത സൗകര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് താമസിച്ച് അദ്ദേഹം നേരിടുന്ന ഇവിടെ പന്നികളെയും അതുപോലെ തന്നെ മറ്റു വന്യജീവികളെയും നേരിട്ടുകൊണ്ട് കുറെ പട്ടികളെ വളർത്തിയിട്ടുണ്ട്. ആ പട്ടികളുടെ സഹായത്തോടു കൂടിയാണ് നേരിട്ടുകൊണ്ട് അദ്ദേഹം ഇവിടെ ഈ വർഷം നെൽകൃഷിയും വിജയിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കരനെൽകൃഷി ഇപ്രാവശ്യം നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ നെൽകൃഷി ഇല്ലാത്തൊരു പഞ്ചായത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് കരനെൽകൃഷിയിൽ പരീക്ഷണം നടത്തി. അപ്പോൾ അത് വൻ വിജയമായിരിക്കുകയാണ്.
ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.